അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ പറയുന്നത് അതിശക്തമാ, ഭയങ്കരമാ. അതുപോലെയുള്ള ലെറ്ററുകൾ വളരെ വിരളമാണ്. ബാറ്റിൽ ഫീൽഡിനെ കുറിച്ച്, ആത്മീയ യുദ്ധത്തെ കുറിച്ച് എഫേസ്യർ 6 പ്രഖ്യാപിക്കുന്നത് പോലെ വേറൊരു പുസ്തകങ്ങളും പ്രഖ്യാപിക്കുന്നില്ല. ഒടുവിൽ കർത്താവിലും അവൻ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. സാത്താന്യ മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ, കംപ്ലീറ്റ് ആർമർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. പക്ഷെ ഇതെല്ലാം പൗലോസ് എവിടെ കിടന്ന് എഴുതുന്നതെന്നറിയോ? ജയിലിൽ. ആ ജയിലിനകത്ത് ഇന്ന് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അവരതിന്റെ വഴികളും അതിന്റെ ഭാഗങ്ങളും ഒക്കെ ഒത്തിരി മനോഹരമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിയൽ പിക്ചർ, പൗലോസിനെ ധരിപ്പിച്ചിരുന്ന ചെങ്ങല ആ പള്ളിക്കകത്ത് അവർ ഗ്ലാസിനകത്ത്, കണ്ണാടി പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ജയിലിന്റെ യഥാർത്ഥ പിക്ചർ അവിടെ ഉണ്ട്. ഒരു മനുഷ്യന് നേരെ നിൽക്കാൻ പറ്റാത്ത ഒരു ചെറിയ ഗുഹയാണത്. അതിനൊരു വാതിൽ, ഒരു ഇരുമ്പ് വാതിലുണ്ടെന്നേ ഉള്ളൂ. അതിന് തൊട്ടു മുകളിൽ ഈ ലൈറ്റിനേക്കാളും ചെറിയ ഒരു സുഷിരം, ഒരു ഹോളുണ്ട്. അങ്ങനെ 1-2 ഉണ്ട്. അതിനകത്തൂടെ വെളിച്ചം ഇങ്ങനെ എരച്ച് താഴോട്ടിറങ്ങും. പുസ്തക തുകൽ ചുരുളെടുത്ത് താന് ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും, എഫേസ്യർക്ക് എഴുതിയ ലേഖനവും, ഫിലോമോൻ എഴുതിയ ലേഖനവും, കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും ഒക്കെ ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നേ. ഒരു കല്ലിനകത്ത് കൈ ഇങ്ങനെ വെച്ച് പൗലോസ് എഴുതുക. നൂന്ന് നിൽക്കാൻ പറ്റാത്തടത്ത്, നേരെ നിൽക്കാൻ പറ്റാത്തടത്ത് നിന്നുകൊണ്ട് വർഷങ്ങളായി, മാസങ്ങളായി ജയിലിൽ കിടക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി ജയിലിൽ കിടക്കുന്ന ആ പുരുഷൻ, ആ ദൈവ മനുഷ്യൻ, ആ അപ്പോസ്തലൻ എഴുതുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ. ഇവിടെ AC ഇട്ട് തണുപ്പിച്ചിട്ട് സന്തോഷിക്കാൻ മേല. ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാലും സന്തോഷിക്കാൻ മേല. ഇവിടെ എന്നൊക്കെ എടുത്ത് മുന്നിൽ കാണിച്ചാലും ഒന്ന് സന്തോഷിക്കാൻ മേല. പക്ഷെ നേരെ നിൽക്കാൻ പറ്റാത്തടത്ത്, നിവർന്ന് നിൽക്കാൻ പറ്റാത്തടത്ത്, പകൽ വെളിച്ചം യഥാർത്ഥമായി കാണാൻ കഴിയാത്തടത്ത്, ഇരുട്ടിന്റെ ഉള്ളറകളിലും കിടന്ന് സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ മനുഷ്യന് കാണാൻ കഴിയാത്ത, ആർക്കും കാണാൻ കഴിയാത്ത എന്തോ ഒന്ന് ആ മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അത് വെളിപ്പെട്ടില്ലെങ്കിൽ ഓരോ പ്രസംഗകർ വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും, പ്രസംഗകർ പോകുമ്പോൾ സന്തോഷം പോകും. ഓരോ മീറ്റിങ്ങുകളിലും നിങ്ങൾ സന്തോഷിക്കും, മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ സന്തോഷം പോകും. അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായി എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഉപദേശിമാരിലല്ല, ശുശ്രൂഷകളിലല്ല, യോഗങ്ങളിലല്ല, കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കുവീൻ. ഇൻ ക്രൈസ്റ്റ്. ആ വ്യക്തിക്ക് അറ്റ് എനി സിറ്റുവേഷൻ, ഏതു സാഹചര്യത്തിലും അവനെ ഡൗൺ ആക്കാൻ ഒന്നിനും പറ്റത്തില്ല. എത്ര പേര് ആമീൻ പറയാനുണ്ട്? ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞതാണെന്ന എൻ്റെ ചിന്ത. വർഷങ്ങൾക്ക് മുമ്പ് കന്യാകുമാരിയിൽ അളകിയ മണ്ഡപം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ട്രിവാൻഡ്രം കഴിഞ്ഞ് കന്യാകുമാരി, തമിഴ്നാട്ടിൽ. ആ അളകിയ മണ്ഡപത്തെ ഞാനൊരു ജനറൽ കൺവെൻഷന് പ്രസംഗിക്കുകയാണ്, ഒരു പെന്തിക്കോസ് ജനറൽ കൺവെൻഷന്. 3 ദിവസം രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചു. എൻ്റെ മലയാള പ്രസംഗത്തിന് തമിഴ് പരിഭാഷയുണ്ടായിരുന്നു. ഫാദർ ബർഗ്മൻസിന്റെ പാട്ടുകളൊക്കെ പാടി അവിടെ ആരാധിച്ചു. ആ മീറ്റിംഗിൽ ഞാൻ ശ്രദ്ധിച്ചു, ഒരു 50 വയസ്സ് 55 വയസ്സ് അടുപ്പിച്ച് പ്രായമുള്ള ഒരു മനുഷ്യൻ ആരാധന നടുവിൽ ഇങ്ങനെ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മെസ്സേജിന്റെ ഏറ്റവും ശക്തമേറിയ ഭാഗങ്ങൾ കടന്നു വരുമ്പോ ആദ്യം ഈ പുള്ളിയാണ് ചാടി എഴുന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ മനുഷ്യനെ നോക്കി നിന്ന് പ്രസംഗിക്കാൻ നമുക്ക് പ്രസംഗകർക്ക് തോന്നിപ്പോവും, ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. ചിലരെ കണ്ടാലേ നമ്മുടെ ഇതങ്ങ് പോവും, ചിലരെ കാണുമ്പോൾ വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ലോർഡ്സ് ടേബിൾ ഉണ്ടായിരുന്നു, കർത്താവിന്റെ മേശയുണ്ടായിരുന്നു. ഞായറാഴ്ച പകലിൽ ഒത്തിരി സഭകൾ ഉണ്ടായിരുന്നു. തിരുമേശ എടുത്തിട്ട് ഞാൻ ഈ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എനിക്ക് കുറച്ച് തമിഴൊക്കെ അറിയാം,
ഉന്നോட പേര് എന്നാ ബ്രദർ? പാസ്റ്റർ എന്നോട് പേര് സെൽവരാജ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഐ റിയലി അപ്രീഷിയേറ്റ് യു, ഐ എൻകറേജ് യു, യു ആർ ദ റിയൽ വർഷിപ്പർ. പാസ്റ്റർ നന്ദി, എനക്കാക ജപിക്ക വേണം പാസ്റ്റർ. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഞാൻ എതുക്കാക ഞാൻ ഉനക്കായി ജപിക്ക വേണം? പാസ്റ്റർ 65 ലക്ഷം രൂപ കടപ്രശ്നം இருக்கு. பொண்டாட்டி மனைவி குழந்தை எல்லாமே என்னை விட்டு போயாச்சு, வசதி எல்லாமே போயாச்சு பாஸ்டர், எல்லாம் லோனும் ஜப்தி ஆயாச்சு, வசதி வீடெல்லாம் போய் ഭാര്യ മക്കളെ ഇട്ടിട്ട് പോയി, 65 ലക്ഷം രൂപ കടം. ആ പുള്ളിയാണ് ആരാധന മധ്യത്തിൽ ആദ്യം എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്നേ. ഈ തമിഴനായ മനുഷ്യനെ മലയാളിയായി ഞാനൊരു മലയാളി നോട്ടം നോക്കി. അങ്ങനെ ഒരു നോട്ടമുണ്ട്. ഞാൻ ചോദിച്ചു, செல்வராஜ், உங்களுக்கு இவ்வளோ பிரச்சனை இருந்து இந்த கூட்டத்துக்கு முன்னாடியே நடனமாடி ஆண்டவரை ஆராதிக்க எப்படி முடியும் செல்வராஜ்? നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഈ ആരാധന മധ്യയിൽ ഈ ജനസമൂഹത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് ദൈവത്തെ ഇങ്ങനെ മതിമറന്ന് ആരാധിക്കാൻ എങ്ങനെ പറ്റും സെൽവരാജ്? പുള്ളി ചിരിച്ച മുഖത്തോട് പറഞ്ഞു, പാസ്റ്റർ, കർത്തരുടെ പിള്ളകൾ ഉയർവാണാലും താഴ്വാണാലും സന്തോഷമായിരിക്ക വേണോ? ഏതാവതോ എന്നുடைய ആണ്ടവർ അവൻ ഉയരോട് ഇരിക്കുന്ന ദേവൻ. കർത്താവിന്റെ മക്കൾക്ക് താഴ്ചയാന്നേലും ഉയർച്ചയാന്നേലും അവർ സന്തോഷമായിട്ടിരിക്കണം. കാരണം അവർ ആരാധിക്കുന്നത് മരണത്തെ ജയിച്ചവനെയാണ്, ഉയർത്തെഴുന്നേറ്റവനെയാണ്. Where is my joy? എന്റെ സന്തോഷം എവിടെയാണ്? എന്റെ ഫോക്കസ് എന്തിലേക്കാണ്? നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം എന്താണ്? നിങ്ങളുടെ കുറെ സ്വപ്നങ്ങൾ നടക്കാതെ പോയത്, നിങ്ങളുടെ ചില കൊതികൾ സംഭവിക്കാതെ പോയത്, നിങ്ങളെക്കാൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലർ നിങ്ങളെ ഓവർടേക്ക് ചെയ്തു പോയത്. നിക്ക്, വെയിറ്റ്, നിക്ക്, നീ ക്രിസ്തുവിൽ നിക്ക്. നിന്നെ വിളിച്ചവൻ നിന്നെ ജയിപ്പിക്കുവോന്ന് കാണാം. വെയിറ്റ്. പക്ഷേ പറ്റുന്നില്ല ദൈവദാസനെ, എൻ്റെ മനസ്സ് കിടന്നിങ്ങനെ ഇളകുകയാണ്. അപ്പോൾ ഓർക്കണം, ഞാൻ അവിടാണ് എൻ്റെ മെസ്സേജ്. ഇത് ചിലർക്കുള്ള കൗൺസിലിംഗ് കൂടാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ച മൈൻഡിനകത്ത്, ചിന്താമണ്ഡലങ്ങളിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസിലൂടെ പോയ മനുഷ്യനാണ് പൗലോസ്. നിങ്ങളെ പോലെ അത് ഒളിച്ചു വെക്കുന്ന ആളല്ലായിരുന്നു പുള്ളി. പുള്ളി അത് വിളിച്ചു പറയുമായിരുന്നു. അത് റോമർ 7 വരുമ്പോൾ, അതിന്റെ 5 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, റോമർ 7:15 മുതൽ 24 വരെ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ഞാൻ ചെയ്യുന്നത്. ആകയാൽ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാനല്ല, അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ചിലർ പറയുന്നു, പാസ്റ്ററെ, എനിക്ക് ചിലതിനെ അങ്ങോട്ട് ജയിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ചിലയിടത്ത് അങ്ങോട്ട് ദൈവവചന അനുസരിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നോ, എന്ത് ഞാൻ എൻ്റെ ലൈഫിൽ വേണ്ടെന്ന് വെച്ചോ, അത് വീണ്ടും എന്നിലേക്ക് കയറി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. പൗലോസ് പറയുന്നു, അത് പാപസംബന്ധമായ വിഷയമാണ്, നിങ്ങളിൽ പാപം വസിക്കുന്നത് കൊണ്ടാണ്. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു, നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്. 18-ാം വാക്യം, ചില നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നതോ ഇല്ല. കാരണം 23-ൽ പറയുന്നുണ്ട്, എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട്. കണ്ടോ, പെട്ടെന്ന് അത് എവിടെയുമായിട്ട് കണക്ട് ആവുക? ബുദ്ധിയുടെ പ്രമാണത്തോട്. പെട്ടെന്ന് അതെന്റെ മൈൻഡുമായിട്ട് കണക്ട് ആവുക. കം ഓൺ ചർച്ച്. എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന. അപ്പൊ പോരാട്ടം എവിടെയാ? പോരാട്ടം എവിടെയാ? പറമ്പിൽ കിടക്കുന്ന ഏതെങ്കിലും സാധനത്തിലാണോ? പോരാട്ടം എവിടെയാ? നിങ്ങളുടെ മൈൻഡിലാണ്, അവയവങ്ങളിലാണ്.
എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ചില പാപ സ്വഭാവങ്ങളിൽ എന്നെ ബന്ധിച്ചു കളയുന്നു. 24-ാമത്തെ വാക്യത്തിൽ ഈ മനുഷ്യൻ അലറി കരയുകയാണ്, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു പുതിയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പലതിലും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. എന്റെ ചിന്താമണ്ഡലങ്ങളോട് പിശാച് ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുകയാണ്. എന്നെ ഇതിൽ നിന്ന് ആര് വിടുവിക്കും? ഈ നിലവിളി അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോ 25-ാമത്തെ വാക്യത്തിനകത്ത് അതിന്റെ ഉത്തരം വെളിപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ടും ദൈവത്തിന്റെ പ്രമാണത്തെ, ജഡം കൊണ്ടും പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, റോമർ 8 വരുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ പൗലോസ് പറയുന്നുണ്ട്. അതിന്റെ 3-ാം വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇനി അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. കണ്ടോ, എനിക്ക് ജയിക്കാൻ കഴിയാത്ത ചില മേഖലകളുണ്ട്. നിങ്ങൾക്കുണ്ടോ? I can't overcome in some areas in my life. Some thoughts, some imaginations, some kind of things. ചില കാര്യങ്ങളിൽ എൻ്റെ പൊന്നു ബ്രദറെ, ദേഷ്യം വന്നാൽ ഞാൻ എല്ലാം മറന്നു പോകും. എനിക്ക് എൻ്റെ ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ എൻ്റെ ചിന്തകൾ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ എൻ്റെ ഇമോഷൻസ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ എന്നിൽ വരുന്ന ചില സെക്ഷുവൽ ഡിസയറുകൾ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. പലപ്പോഴും ഞാൻ പലതിലും പെട്ടുപോവുകയാണ്, വീണു പോവുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വീണു എഴുന്നേറ്റും നടക്കുകയാണ്. ബട്ട് ഐ വാണ്ട് ടു ഓവർകം. എനിക്കിതിനെ ജയിക്കണം. എനിക്കിതിൽ നിന്ന് പുറത്തു വരണം. എൻ്റെ ചിന്തകളെ എനിക്ക് ജയിക്കാൻ പറ്റണം. ചില സമയങ്ങളിലൊക്കെ ചിന്തയ്ക്കകത്ത് ഓരോന്ന് കയറി വന്നു കഴിഞ്ഞാൽ വാട്ട് പിടിക്കുന്ന പോലെ തോന്നുകയാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളാരും മിണ്ടുന്നില്ലെങ്കിലും എനിക്കറിയാം ഈ മെസ്സേജ് ഇന്ന് എന്നെ കൊണ്ട് എടുപ്പിച്ചത് പരിശുദ്ധാത്മാവാണെന്ന്. ആമേൻ. ചിലരെ ഇരുത്തി കൗൺസിൽ ചെയ്യുവാന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ മധ്യയിൽ ഞാനൊരു പദം എൻ്റെ വാ കൊണ്ട് ഈ സഭയിൽ റിലീസ് ചെയ്യുകയാണ്. ജയിച്ച കർത്താവ് നിന്നെ ജയിപ്പിക്കും. ആമേൻ. നീ എവിടൊക്കെ തോക്കുന്നോ അവിടെല്ലാം നീ ജയിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആ കൈകളൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നീ എവിടൊക്കെ തോക്കുന്നോ, നിനക്ക് തന്നെ ജയിക്കാൻ പറ്റാത്തിടത്തെല്ലാം കർത്താവ് നിന്നെ ജയിപ്പിക്കാൻ പോവുകയാണ്.